ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഹാഫ് പെറ്റിക്കോട്ട്, അതായത് ചെറിയ കുട്ടികൾക്കുള്ള സിമ്മി, ഹാഫ് സിമ്മിയാണ്. എല്ലാവരും ഇതുപോലെ നോട്ടുക്കിൽ ചിത്രം വരയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു തുണീനെ 4 ഭാഗമാക്കി അയിമ വരച്ചതാണ്. ഇത് നെക്കാണ്. സിമ്മിക്ക് പെറ്റിക്കോട്ടിന് 2 ഭാഗവും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവിലാണ് അടിക്കുക. ഇത് കൈക്കുഴി, ഹാം ഹോള് പറയും. ഇത് ഫുൾ ലെങ്ത്ത്, ഒരു തുണിയുടെ ഫുൾ ലെങ്ത്താണ്. ഇതിനെ നമുക്ക് 4 ഭാഗമാക്കി കണ്ടാണ് ആദ്യം നെക്കിൻ്റെ അളവെടുക്കുക. അതായത് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം വീതിയും. പിന്നെ ഇത് ഷോൾഡറാണ്. ഇത് ആം ഹോള് പറഞ്ഞാൽ കൈക്കുഴി. മനസ്സിലായല്ലോ? എല്ലാവരും ഇത് എഴുതിയെടുക്കുക. ഞാൻ ചിത്രം വരച്ചത് വീഡിയോ നീണ്ടു പോകണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. എല്ലാവരും ഇത് ചിത്രം മനസ്സിലാൻ വേണ്ടി ചിത്രം അതുപോലെ വരച്ച് വെച്ചാൽ നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും പെട്ടെന്ന്. അപ്പം ഇനി വീഡിയോയിലേക്ക് പോകാം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് 2 മടക്കി ആദ്യം, എന്നിട്ട് 4 മടക്കി. ഇങ്ങനെ വെച്ചാൽ മതി. ചെറിയ പെറ്റിക്കോട്ടല്ലേ, അപ്പം നമുക്ക് ഒരു 2 ഇഞ്ച് കഴുത്തിന് അടയാളപ്പെടാം. വീതി കേട്ടോ, നെക്കിൻ്റെ വീതി 2 ഇഞ്ച്, ലെങ്ത്ത് 2.5 ഇഞ്ച്. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. കഴുത്തില്ല. ഇനി ഷോൾഡർ ഞാൻ ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ, അപ്പം നമുക്ക് കുട്ടികളുടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ എവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, നെക്കിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇത് വരെയല്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് എടുത്തുകാണ്ട് ഇവിടുന്ന് എടുത്താൽ മതി, നെക്കിൻ്റെ ഇവിടുന്ന്. അല്ലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഇവിടുന്ന് എടുത്തുകാണ്ട് ഷോൾഡർ അടയാളപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഞാൻ 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച്. അതുപോലെ തന്നെ ആം ഹോള്, കൈക്കുഴി, അത് ഞാനൊരു 5.5 എടുക്കുന്നുണ്ട്. 5.5. പിന്നെ ചെസ്റ്റ് അളവ് ഞാൻ ഒരു 5 എടുത്തു. 2 ഇഞ്ച് തയ്യത്തുമ്പോൾ 6, 7, അല്ലെങ്കിൽ 5.5 ഇഞ്ച് ചെസ്റ്റ് അളവ്, 6.5, 7, 2 ഇഞ്ച് തയ്യത്തുമ്പോൾ. തുടക്കക്കാരാകുമ്പോൾ തയ്യത്തുമ്പോൾ കൂടുതൽ ഇടാൻ നല്ലത്. ഇനി നമുക്ക് അടിയിലേക്ക് നീളത്തിൽ വെച്ച് വെക്കാം. ഇനി 1 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളം കൊടുക്കാം. അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ്. ആദ്യം നമ്മൾ നീളം എടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇവിടെ ചെറിയ കഷ്ണം ആയതുകൊണ്ട് ഈ വലുപ്പെടുത്തത്. ആദ്യം നമ്മൾ തുണിയുടെ 2 മടക്കി 4 മടക്കിയതിന് ശേഷം തുണിയുടെ നീളം എടുക്കുക. തുണിയുടെ എന്നല്ല, ഒരാൾക്ക് എത്ര അളവാണ് വേണ്ടിച്ചെങ്കിൽ ആ അളവ് എടുക്കുക. അപ്പോൾ
ഹാഫ് പെറ്റിക്കോട്ടിനുള്ള അളവ് എത്ര വെച്ചെങ്കിൽ അതിൻ്റെ അളവ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരളവൊന്നുമില്ല, ഞാൻ ഒരു സുമാറാണ് ഞാൻ എടുത്തത്. ഇനി ഇവിടെ ഈ ആം ഹോളിൻ്റെ പകുതി, ഇത് 5.5 ആം ഹോൾ. അപ്പോൾ ഇതിൻ്റെ പകുതി എത്ര? അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. 5.5ൻ്റെ അടുത്ത് ടേപ്പ് മടക്കി പിടിച്ച അപ്പോൾ എത്ര ഉണ്ട്? 2.25. അപ്പോൾ ഈ 2.25 ഈ 2.25ൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ കുഴിച്ച് വെട്ടും. ചിത്രത്തിൽ നോക്കിയാൽ മതി, അതേ നമുക്ക് മനസ്സിലാവും. നമുക്ക് കുഴിച്ച് വെട്ടും. അപ്പോൾ നമുക്കിനി ഇത് പെറ്റിക്കോട്ടിനായതുകൊണ്ട് മുൻവശം പിൻവശം ഒരേ അളവ് ഞാൻ വെട്ടുന്നത് കേട്ടോ. ഇനി മുൻവശം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കഴുത്തിൻ്റെ പിൻവശത്തെ ഇറക്കാൻ കുറവാക്കാം. അത് രണ്ടും ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ തന്നെ കട്ട് ചെയ്യണത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇതിൻ്റെ അടിക്ക് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം. കുറേ ലെങ്ത് ആവേണ്ടതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ താങ്ക് യു.